ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു തനൂസ് വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? ഞാനിപ്പോൾ പട്ടാമ്പിയിലാണുള്ളത്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയൊക്കെ ഡ്രോയിങ്സ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വെജിറ്റബിൾസും ഉണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്ത് കാണിക്കുന്നത് പൈനാപ്പിളിൻ്റെയാണ്. അപ്പോൾ പൈനാപ്പിളിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരു സ്ക്വയറും അല്ല, റൗണ്ടും അല്ല, ഒരു ഉരുണ്ട രീതിയിലത്തെ ഒരു ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പ് വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് താഴത്ത് ഞാൻ അതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് ഒരു സ്ക്വയറും അല്ലാത്ത രീതിയിൽ ആദ്യം സ്ക്വയർ വരച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലത്തെ മുള്ള് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ മുള്ളാണ് ആ ഒരു പൂവ് പോലെ ഇങ്ങനെ ഇലയുടെയൊക്കെ ഷേപ്പിലേക്ക് വരച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ട്രിക്കാണ് ആ ഒരു ഉള്ളിലത്തെ ആ മുള്ള് ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊരു ബോക്സ് പോലെ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു റൗണ്ട് പോലെ അങ്ങനെ വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുള്ള് കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഡ്രോയിങ് പഠിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഈ വരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ടാകും. അപ്പോൾ വരയ്ക്കാൻ അറിയാവുന്നവർ ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് ക്ഷമിക്കുക. തീരെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്ന രീതിയിൽ ചില ടെക്നിക്കുകൾ വെച്ചിട്ട് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഡാർക്കൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു മുള്ളിൻ്റെ ഷേപ്പ് ഏകദേശമൊക്കെ കിട്ടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമുക്ക് ഉരുണ്ട ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്ക്വയർ മാറ്റിയിട്ട് അവിടെ ഒന്ന് ആ ഒരു കർവ് പോലെ വരച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ സ്ക്വയറിൻ്റെ നടുക്കൊക്കെ നമുക്കൊന്ന് ഡാർക്കൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ആ മുള്ള് ഞാൻ ഫസ്റ്റ് ഫുള്ളായിട്ട് വരയ്ക്കാത്തത് നമുക്കത് കളർ ചെയ്യണം. കളർ ചെയ്തതിന് ശേഷം നമുക്കത് വരച്ച് കൊടുത്താൽ മതിയാകും. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കാതിരുന്നത്. അപ്പം ഞാനത് വാട്ടർ കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീനാണല്ലോ നമ്മളുടെ മുള്ളിനൊക്കെ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഡാർക്കൺ ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നഷ്ടമൊന്നും വരില്ലല്ലോ. എനിക്കത് വളരെ വലിയ സപ്പോർട്ടായിരിക്കും. ഞാനൊരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരച്ച് കാണണം, ക്രാഫ്റ്റുകളൊക്കെ ചെയ്ത് കാണണം എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കളർ നമുക്ക് യെല്ലോ കളർ കൊടുത്ത് ഫില്ല് ചെയ്യാം. ഒരു വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് യെല്ലോയാണ് ആദ്യം കൊടുക്കുക. അതിന് ശേഷം നമുക്കത് ഡാർക്കൺ ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ ആ ഒരു പോർഷൻ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏകദേശം ഒരു ബ്രൗൺ കളറിലൊക്കെ വരുന്ന രീതിയിൽ ആ താഴത്തെ പോർഷനോട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡാർക്കൺ ചെയ്യണം. മേളത്തെ മുള്ളെല്ലാം ഡാർക്കൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീന് അല്ലാന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീനിൽ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഡാർക്കൺ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഡാർക്ക് ഗ്രീനായിട്ട് ഒന്ന് അതിൻ്റെ മേളിലേക്ക് ഒന്ന് അടിച്ചു കൊടുത്തപ്പോൾ ഒരു ഏകദേശം ഒരു കറക്റ്റ് കളറിലോട്ടൊക്കെ വരുന്നുണ്ട്. വാട്ടർ കളർ ആയതുകൊണ്ടാണ് അങ്ങനത്തെ കളറിൽ വരുന്നത്. അപ്പോൾ വാട്ടർ കളറിൽ ഫുള്ളായിട്ട് ആ ഗ്രീനായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് ഉള്ളിലത്തെ ആ യെല്ലോയ്ക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്യുന്നത്. ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കവർ ചെയ്യും. ചുറ്റും മാത്രം അടിച്ചു കൊടുക്കുക. ഉള്ളിലേക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ ബ്രഷ് ഡിപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എല്ലായിടത്തോട്ടും ആയി കിട്ടും. അപ്പോൾ കുറച്ച് പുറത്തോട്ടായി, അതാണ് ഞാൻ മായ്ച്ച് കളഞ്ഞത്. അപ്പോൾ അത് ഡാർക്ക് ഇത് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓറഞ്ച് ഡാർക്ക് ഫുള്ളായിട്ട് അടിച്ച് കൊടുക്കരുത്. ആ റൗണ്ടിൽ മാത്രം അടിച്ചിട്ട് നമുക്ക് വാട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് ശരിക്കും ഉള്ളിലോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു കളറിലോട്ടൊക്കെ കിട്ടും. പിന്നെ നമുക്കിത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കളറിലെ പെൻസിലോ അല്ലാന്നുണ്ടെങ്കിൽ വല്ല 10B ഒക്കെ പെൻസിലുണ്ടാവും. ആ പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കളർ പെൻസിലോ വെച്ചിട്ട് ബ്ലാക്ക് കളർ പെൻസിലോ വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അത് അട്രാക്റ്റീവായിട്ട് വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ സ്ക്വയർ വരയ്ക്കേണ്ട, ആ റൗണ്ട് വരച്ചിട്ട് ആ ഒരു ഷേപ്പിലേക്കോട്ട് നമുക്ക് എത്തിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഡാർക്കൺ ചെയ്തിട്ട് ആ ഓരോ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്ന സ്ഥലത്ത് നമുക്കൊന്ന് ഡാർക്കൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ആ ഒരു റൗണ്ട് പോലെ
വരച്ചെടുക്കാം. ഇതിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മായ്ക്കാൻ പറ്റില്ല, അപ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് മായ്ച്ച് കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് വേണം ആ ഓരോ ഷേപ്പ് വരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മുള്ള് വരച്ചെടുക്കാണ്ട് വാട്ടർ കളർ ആയതുകൊണ്ട് കുറച്ച് വെറ്റായിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ വെറ്റ്നസ് ഒന്ന് കുറച്ചത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോഴത്തേക്കും മുള്ള് പോലെ ഏകദേശമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ എൻ്റെ പൈനാപ്പിൾ ഡ്രോയിങ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, പൈനാപ്പിൾ അത്രേ ഉള്ളൂ. അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത് പഴമാണ്. അപ്പോൾ പഴത്തിൻ്റെ ഔട്ട്ലൈനായിട്ടൊന്ന് പഴത്തിൻ്റെ ഷേപ്പിലേക്ക് ഒരു ഔട്ട്ലൈൻ പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പാസ്റ്റൽ പെയിൻറ്റിംഗ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു യെല്ലോ കളറിലെ പാസ്റ്റൽസ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കളർ ചെയ്തെടുക്കുക. അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബഡ്സാണ്. ബഡ്സ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം ആ പഴത്തിൻ്റെ ഷേപ്പിലേക്ക് വരുന്ന രീതിക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അതിൻ്റെ തണ്ടിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ആ തണ്ടിന് വേണ്ടിയിട്ടും വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴത്തിനെ കണ്ടിട്ടില്ലേ, ഒരു പച്ച കളർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഞെട്ട് അതിൻ്റെ ഒരു പച്ച കളർ വെച്ചിട്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ആ കളറായിട്ടൊക്കെ വരും. പിന്നെ ഒരു ഡാർക്ക് യെല്ലോ വെച്ചിട്ട് അതിൻ്റെ താഴത്തോട്ടൊക്കെ ഒന്ന് ഡാർക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പഴത്തിൻ്റെ ഡാർക്ക് യെല്ലോയും വേരിയേഷനൊക്കെ വരുത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കിത് വരച്ചതിന് ശേഷം പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈനായിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം പഴത്തിൻ്റെ ഷേപ്പൊക്കെ ഇതേപോലെയൊക്കെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ വെച്ചിട്ട് ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, പഴത്തിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളതൊന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തായിട്ട് ഞാൻ വരയ്ക്കുന്നത് ഒരു പോമഗ്രാനൈറ്റ്, എന്താ മാതള നാരങ്ങ എന്നൊക്കെ പറയാം, മാതളല്ലേ, മാതള നാരങ്ങ, അനാറ് എന്നൊക്കെ പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് ഞാൻ ഫുള്ളായിട്ട് ഒരു വെട്ടി വെച്ചിരിക്കുന്ന രീതിയിലത്തെ അതാണ് ആദ്യം തന്നെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ മുള്ളും ആ ഒരു ഷേപ്പിലേക്ക് വരുന്ന രീതിയിലേക്കാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സീഡ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷേപ്പിലേക്ക് എടുത്തിരിക്കുന്നത്. എനിക്കിതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്നറിയില്ല. ഏകദേശം ഇതിൻ്റെയൊക്കെ കുരു വരുന്നത് ഒരു റൗണ്ട് പോലത്തെ ഷേപ്പിലാണ്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നത് മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇതേപോലെയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെറിയ ചെറിയ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് വരച്ച് കൊടുക്കുമ്പോൾ ഏകദേശം ആ ഒരു സീഡ്സിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് കളർ ചെയ്ത് വരുമ്പോൾ ആ സീഡൊക്കെ റെഡിയാകും. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വാട്ടർ കളറാണ്. അപ്പോൾ വാട്ടർ കളർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഇത് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പം ഒരു മുഴുവനായിട്ടുള്ളതും ഒരു മുറിച്ച് വെച്ചിരിക്കുന്നതും പിന്നെ കുറച്ച് ഇലയൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇലയൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി കളർ ചെയ്യാനായിട്ട് ഒരു റെഡ് കളറിൽ വാട്ടർ കളർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. റെഡ് കളർ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഉള്ളിൽ സീഡ്സും അതിൻ്റെ പുറം ഭാഗവും മാത്രമാണ് ഈ റെഡ് വെച്ച് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ സീഡിൻ്റെ പുറമുള്ളത് നമുക്കൊരു യെല്ലോ ഷെയ്ഡാണ് കാണാൻ സാധിക്കാറ്. അപ്പോൾ അത് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് ആ റെഡ് വെച്ചിട്ട് കവർ ചെയ്യാം. അപ്പോൾ ഒരു കോട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടി അടിക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ടും കൂടിയിട്ട് അടിച്ചു കൊടുക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് പിന്നെ ഗ്രീൻ വെച്ചിട്ട് ഇലയൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇലയ്ക്ക് ഗ്രീനും തണ്ടിനൊക്കെ റെഡും വെച്ച് കൊടുക്കാം. ഇതിന് അതിൻ്റെ ഉള്ളിലത്തെ പോർഷൻ നമ്മൾ ആ വിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിലേക്ക് വേണ്ടിയിട്ട് ഒരു യെല്ലോ കളറാണ് ഞാൻ അടിച്ചു കൊടുക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യെല്ലോ കളർ വെച്ചിട്ട് സോറി, എൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ സ്റ്റക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. യെല്ലോ ഷെയ്ഡ് വെച്ചിട്ട് അതിൻ്റെ ഫുള്ളത്തെ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. ആ യെല്ലോ വെച്ചിട്ടും കവർ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം ആ ഒരു ഷേപ്പിലൂടെ കിട്ടിയപ്പോൾ ഇത്രേ ഉള്ളൂ. പോമഗ്രാനൈറ്റിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ പീസാണ്. അപ്പോൾ ഗ്രീൻ പീസിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു കളർ പെൻസിൽ വെച്ചിട്ടാണ് ഒരു ഗ്രീൻ വെച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഷെയ്ഡും കൂടി കൊടുക്കുമ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇതും കൂടി നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അടുത്തായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്കയാണ്. അപ്പോൾ വെണ്ടയ്ക്കയുടെ ഔട്ട്ലൈനായിട്ട് ഒരു ചെറിയൊരു അതിൻ്റെ തണ്ടും ഒരു തൊപ്പി പോലെ അതിൻ്റെ തണ്ടും അതിലേക്ക് വരുന്ന രീതിയിലേക്ക് അതിൻ്റെ ഇതിൻ്റെ ഷേപ്പൊന്നും പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ ആ ഒരു തണ്ടും കൂടിയിട്ട് അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഒരു ട്യൂബിയുടെ പെൻസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് വരയ്ക്കുക കേട്ടോ, മായ്ക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലൈറ്റായിട്ട് വരയ്ക്കുക. നമുക്ക് കൺഫേം ആയതിനു ശേഷം ഡാർക്കൻ ചെയ്ത് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ പാസ്റ്റൽസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലെൻഡ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ബഡ്സ് ആണ്. അപ്പോൾ നെറ്റിൻ്റെ ഭാഗത്തിന് ഒരു ലൈറ്റ് ഗ്രീനും ഉള്ളിലേക്ക് ഒരു ഡാർക്ക് ഗ്രീനും വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വെണ്ടയ്ക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് പെൻസിൽ വെച്ചിട്ടൊന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് വെണ്ടയ്ക്കൊക്കെ വരയ്ക്കാം. അടുത്തായിട്ട് വരയ്ക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു പാത്രത്തിൻ്റെ അടുപ്പെടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുക. അതിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഞെട്ട് പോലെ രണ്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സി മാർക്ക് പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. താഴത്തെ പോർഷൻ മായ്ച്ചു കളഞ്ഞതിന് ശേഷം അവിടെ ഒരു സിയും കൂടി വരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേളത്തെയും താഴത്തെയും ആ ടോപ്പ് കറക്റ്റായിട്ട് വരയ്ക്കാൻ കിട്ടും. പിന്നെ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആ ലൈൻ വരച്ച് കൊടുത്താൽ മതി. പിന്നെ ഇത് കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. പർപ്പിൾ താഴത്തു നിന്ന് മേളിലോട്ടും മേലും താഴത്തോട്ടും വരുന്ന രീതിക്കാണ് കളർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ നടുക്കത്തെ ഷെയ്ഡ് മാത്രം ഒന്ന് വിട്ടിട്ട് ബാക്കിയുള്ള ഷെയ്ഡിലേക്കാണ് കണക്ട് ചെയ്ത് വരച്ച് കൊടുത്തിരിക്കുന്നത്. നടുക്ക് ലൈറ്റായിട്ട് മാത്രം വരച്ചാൽ മതി. മേളിലേക്ക് ആ ഒരു കൂമ്പോ എന്താ പറയുക, അതുകൊണ്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അത്രേ ഉള്ളൂ സവാള.